ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലേൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 എക്കണോമിക്സിൻ്റെ +2 മൈക്രോ എക്കണോമിക്സിൻ്റെ 3rd ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും സ്ഥിരമായിട്ടും ചോദിക്കുന്ന 8 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഒരു ടേബിൾ തന്നിട്ട് അതിൽ നിന്നും TFC, TVC, SMC തുടങ്ങിയവ കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ +2 എക്കണോമിക്സിന് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് അവിടെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കണ്ടെത്താനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ TFC, TVC, SMC തുടങ്ങിയവയൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നേരെ ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 0, 1, 2, 3, 4, 5, 6 ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് TC തന്നിട്ടുണ്ട് 100, 120, 140, 150, 155, 170, 200 ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 100 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ AFCയും SACയും SMC ഒക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചോ? ഓക്കെ, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആദ്യത്തെ ഔട്ട്പുട്ടിന് 0ക്ക് നേരെ 100 തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് എപ്പോഴും ഫിക്സഡ് ആണ്. അതായത് ഏത് ഔട്ട്പുട്ട് വന്നാലും 0 വന്നാലും 1 വന്നാലും 2 വന്നാലും ആദ്യം നമുക്ക് 100 തന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ എല്ലാത്തിനും താഴെ എന്താണ്? 100 തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. അപ്പം 0 വന്നപ്പോഴും 100, 1 വന്നപ്പോഴും 100, 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും ഔട്ട്പുട്ട് 5 ആയാലും 6 ആയാലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എത്ര ആയിരിക്കും? 100 തന്നെയാണ് വരുന്നത്. കാരണം നമുക്ക് ക്വസ്റ്റിന് ആദ്യത്തെ 0ക്ക് 100 തന്നിട്ടുണ്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, അതുകൊണ്ട് ബാക്കിയെല്ലാം 100 തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് TVC ആണ്, അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ശ്രദ്ധിക്കണം, TVC കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ടോട്ടൽ കോസ്റ്റ് ആയ TCയിൽ നിന്നും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. TCയിൽ നിന്നും TFC കുറയ്ക്കുന്നതാണ്, അതായത് ടോട്ടൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം. എന്താണ്? ടോട്ടൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇവിടെ ആദ്യത്തത് 0 ഔട്ട്പുട്ട് വരുന്ന കേസിലാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് 100 ആണ് വരുന്നത്. അവിടുത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 100 ആണ് വരുന്നത്. അപ്പോൾ 100ൽ നിന്നും 100 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 0 തന്നെ കിട്ടി. അപ്പോൾ ആദ്യത്തെ TVC എത്രയാണ്? 100 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസിൽ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 120 ആണ്. TFC വരുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നത് 100 ആണ്. അപ്പോൾ 120ൽ നിന്നും 100 കുറയ്ക്കുക, എത്ര കിട്ടി? നമുക്ക് 20 കിട്ടി. അടുത്ത കേസ് നോക്കിയേ, TC ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടിയത് എത്രയാണ്? തന്നിരിക്കുന്നത് എത്രയാണ്? 140 ആണ്. ആ 140ൽ നിന്നും 100 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? TVC 40 കിട്ടി. അടുത്ത കേസ് ഔട്ട്പുട്ട് 3 വരുമ്പോൾ ടോട്ടൽ കോസ്റ്റ് 150 ആണ് വരുന്നത്. ആ TCയിൽ നിന്നും TFC ആയ 100 കുറയ്ക്കുമ്പോൾ നമുക്ക് TVC കിട്ടി 50. അടുത്തത് ടോട്ടൽ കോസ്റ്റ് 155 ആണ്. അവിടുത്തെ TFC ആയി വരുന്ന ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 100 ആണ് വരുന്നത്. അപ്പോൾ 155ൽ നിന്നും 100 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? TVC 55 കിട്ടി. അടുത്ത ഔട്ട്പുട്ട് 5 വന്നപ്പോൾ ടോട്ടൽ കോസ്റ്റ് 170 ആണ്. ആ 170ൽ നിന്നും അവിടുത്തെ TFC 100 കുറച്ചപ്പോൾ നമുക്ക് TVC കിട്ടി 70. അടുത്ത ലാസ്റ്റ് ടോട്ടൽ കോസ്റ്റ് 200 ആണ് വരുന്നത്. ആ 200ൽ നിന്നും അവിടുത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റായ 100 കുറച്ചപ്പോൾ നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് TVC കിട്ടി. 200 - 100 എത്ര കിട്ടി? 100 കിട്ടി. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് AVC ആണ്, അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ് ഇനി നമുക്ക് കണ്ടെത്താനുള്ളത്. എങ്ങനെയാണ് AVC കണ്ടെത്തുന്നത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് AVC അല്ലെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആദ്യത്തെ കേസിൽ നോക്കാം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 0 ആണ്. ആ 0യെ നമ്മൾ അവിടുത്തെ ഔട്ട്പുട്ടായ എത്രയാണ്? 0 തന്നെ വരുന്നത്. അപ്പോൾ 0/0 എന്താണ്? 0 എന്ന് തന്നെ എഴുതുന്നു. അടുത്ത കേസ് നമുക്ക് നോക്കാം. അടുത്ത കേസിൽ അവിടുത്തെ TVC എത്രയാണ്? അടുത്ത കേസിൽ TVC വരുന്നത് 20 ആണ്. ആ 20ഉം അവിടുത്തെ ഔട്ട്പുട്ട് 1 ആണ് വരുന്നത്. അപ്പോൾ 20 ÷ 1 എത്ര കിട്ടി? 20 തന്നെ കിട്ടി. അടുത്ത കേസ് നോക്കാം.
അടുത്ത കേസിൽ ഔട്ട്പുട്ട് വരുന്ന എത്രയാണ്? ഔട്ട്പുട്ട് TVC എത്രയാണ്? TVC വരുന്ന എത്രയാണ്? 40 ആണ്. ഈ 40നെ നമ്മൾ അവിടുത്തെ ഔട്ട്പുട്ടായ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 20 തന്നെ കിട്ടി. അടുത്ത കേസിൽ TVC വന്നത് 50 ആണ്. ആ 50നെ അവിടുത്തെ ഔട്ട്പുട്ടായ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 16.66 കിട്ടി. അടുത്തത് അവിടുത്തെ TVC വരുന്നത് 55 ആണ്. 55 ഡിവൈഡഡ് ബൈ അവിടുത്തെ ഔട്ട്പുട്ടായ 4. അപ്പോൾ 55നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് AVC കിട്ടി 13.75 കിട്ടി. അടുത്ത TVC തന്നിരിക്കുന്നത് 70 ആണ്. 70നെ നമുക്ക് അവിടുത്തെ ഔട്ട്പുട്ടായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് AVC കിട്ടി 14 കിട്ടി. ലാസ്റ്റ് വൺ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 100 ആണ്. ആ 100നെ അവിടുത്തെ ഔട്ട്പുട്ടായ 6 കൊണ്ട്, അപ്പോൾ 100 ഡിവൈഡ് ബൈ 6 നമുക്ക് 16.66 കിട്ടി. അപ്പോൾ നമുക്ക് AVC ആവറേജ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട്, അത് Q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ AVC എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് AFC ആണ്, അതായത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അതും ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാം. അതായത് TFC, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് എത്ര ആണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? AFC അല്ലെങ്കിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ. അപ്പം ഇവിടുത്തെ TFC ആദ്യത്തെ കേസിലാണെങ്കിൽ TFC തന്നിരിക്കുന്നത് 100 ആണ്. 100 ഡിവൈഡ് ബൈ 0 എത്രയാണ്? 100 ഡിവൈഡ് ബൈ 0 എത്രയാണ്? 0 എന്ന് തന്നെ നമ്മൾ എഴുതുന്നു. അടുത്ത കേസ് നമുക്ക് നോക്കാം. അടുത്ത കേസിൽ TFC തന്നിരിക്കുന്നത് 100 ആണ്. ഔട്ട്പുട്ട് 1 ആണ് വരുന്നത്. അപ്പം 100 ഡിവൈഡ് ബൈ 1 എത്രയാണ്? 100 എന്ന് തന്നെ എഴുതുന്നു. അടുത്ത TFC എത്രയാണ് തന്നിരിക്കുന്നത്? 100 തന്നെയാണ് വരുന്നത്. ആ 100 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 100 ഡിവൈഡ് ബൈ 2 എത്രയാണ് വരുന്നത്? 50 ആണ് കിട്ടുന്നത്. 100 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 50 ആണ് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ നമുക്ക് AFC കിട്ടി 50. അടുത്തത് നമുക്ക് നോക്കാം. TFC 100 തന്നെ വരുന്നു. ആ 100 ഡിവൈഡ് ബൈ 3 ആണ് ചെയ്യേണ്ടത്. അവിടുത്തെ ഔട്ട്പുട്ട് 3 ആയതുകൊണ്ട് 100 ഡിവൈഡ് ബൈ 3 നമുക്ക് ചെയ്തപ്പം 33.33 കിട്ടിയിട്ടുണ്ട്. അടുത്ത കേസ് നമുക്ക് നോക്കാം. TFC തന്നിരിക്കുന്നത് 100 തന്നെയാണ് വരുന്നത്. അവിടുത്തെ ഔട്ട്പുട്ടായ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടി? 25 കിട്ടിയിട്ടുണ്ട്. അടുത്ത TFC 100 ആണ് വരുന്നത്. ആ 100 ഡിവൈഡ് ബൈ 5 അവിടുത്തെ ഔട്ട്പുട്ടായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 100 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 20 കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വൺ TFC തന്നിരിക്കുന്നത് എത്രയാണ്? 100 തന്നെയാണ്. അവിടുത്തെ ഔട്ട്പുട്ടായ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 ഡിവൈഡ് ബൈ 6 ചെയ്തപ്പോൾ നമുക്ക് 16.66 കിട്ടി. അപ്പോൾ നമുക്ക് AFC ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതായത് TFC ഈസ് ഈക്വൽ ടു TFC ഡിവൈഡ് ബൈ Q ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നുണ്ട്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് SAC ആണ് അല്ലേ. SAC എങ്ങനെ കണ്ടെത്താൻ പറ്റും? ടോട്ടൽ കോസ്റ്റിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലേ. അതായത് TCയെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? SAC എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിലാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് 100 ആണ് വരുന്നത്. ആ 100നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താണ്? 0 എന്ന് തന്നെ കിട്ടുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ കേസിലോട്ട് വരപ്പം അവിടുത്തെ TC എന്ന് വെച്ചാൽ 120 ആണ്. ആ 120നെ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 120 തന്നെ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ കേസിലാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് 140 ആണ് വരുന്നത്. 140നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 70 കിട്ടിയിട്ടുണ്ട്. അടുത്ത കേസിൽ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 150 ആണ്. ആ 150നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് SAC കിട്ടിയിട്ടുണ്ട് 50. അടുത്ത കേസിൽ TC ടോട്ടൽ കോസ്റ്റ് 155 ആണ്. ആ 155നെ അവിടുത്തെ ഔട്ട്പുട്ടായ 4 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 38.75 കിട്ടിയിട്ടുണ്ട്. അടുത്ത ടോട്ടൽ കോസ്റ്റ് 170 ആണ്. 170നെ അവിടുത്തെ ഔട്ട്പുട്ടായ 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 34 കിട്ടിയിട്ടുണ്ട്. അവസാനത്തത് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് 200 ആണ്. ആ 200നെ അവിടുത്തെ ഔട്ട്പുട്ടായ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 33.33 കിട്ടി. അപ്പോൾ നമ്മൾ SAC കണ്ടെത്താനും പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? SAC എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് SMCയും കൂടാണ് അല്ലേ. SMC വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. അതായത് ടോട്ടൽ കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റ് 2 മൈനസ് ടോട്ടൽ കോസ്റ്റ് 1 ആണ്. ഇവിടെ ആദ്യത്തെ കേസിലാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് 100 ആണ് തന്നിരിക്കുന്നത്. ആ 100ന് മുമ്പ് വേറെ സംഖ്യയൊന്നും ഇല്ല. മനസ്സിലായി? നമുക്ക് ക്വസ്റ്റിനകത്ത് വേറെ തന്നിട്ടില്ല. അതുകൊണ്ട് ആ 100 നമ്മൾ SMC ആയിട്ട് അതുപോലെ തന്നെ എഴുതുന്നു. രണ്ടാമത്തെ കേസിലാണെങ്കിൽ 120 ആണ് അവിടുത്തെ എന്ത് വരുന്നത്? ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അതാണ് TC2. ടോട്ടൽ കോസ്റ്റ് 2 ആണ് വരുന്നത്. ആ TC2ൽ നിന്നും TC1 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് 120ൽ നിന്നും അതിന് മുമ്പുള്ള സംഖ്യ ഏതാണ്? 100 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 120 മൈനസ് 100 എത്ര കിട്ടി? 20 നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അടുത്ത കേസിലാണെങ്കിൽ 140 വരുന്നത്. ആ 140 നിന്നും അതിന് മുമ്പുള്ള സംഖ്യ തന്നിരിക്കുന്നത് 120. അപ്പം 140 മൈനസ് 120 നമുക്ക് എത്ര കിട്ടി? 20 കിട്ടിയിട്ടുണ്ട്. അടുത്തതാണെങ്കിൽ 150 വരുന്നത്. ഈ 150 നിന്നും അതിന് മുമ്പുള്ള സംഖ്യ എത്രയാണ്? 140. അതുകൊണ്ട് 150 മൈനസ് 140 ചെയ്തപ്പോൾ നമുക്ക് 10 കിട്ടിയിട്ടുണ്ട്. അടുത്ത കേസിൽ നോക്കാം. 155 അവിടുത്തെ ടോട്ടൽ കോസ്റ്റ് രണ്ടാമത്തെ വന്നിരിക്കുന്നത്. അതിന് മുമ്പത്തെ ഏതാണ്? 150 ടോട്ടൽ കോസ്റ്റ്. അപ്പൊ 155 മൈനസ് 150 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? SMC 5 കിട്ടിയിട്ടുണ്ട്. അടുത്ത കേസിലാണെങ്കിൽ 170 ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അതിൽ നിന്നും അതിന് മുമ്പുള്ള 155 കുറച്ചപ്പോൾ നമുക്ക് 15 കിട്ടിയിട്ടുണ്ട്. അടുത്തത് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 200. ആ 200 നിന്നും അതിന് മുമ്പത്തെ ടോട്ടൽ കോസ്റ്റായി 170 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് SMC, SIC, AFC, AVC തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടെത്താം. ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പോൾ TVC കണ്ടെത്തുവാണെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നതാണ് എന്ത്? TVC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ AVC കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ അതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. എന്നാൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ അതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി SIC ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. SMC ആണെങ്കിൽ രണ്ടാമത്തെ ടോട്ടൽ കോസ്റ്റിൽ നിന്നും അതിന് മുമ്പുള്ള ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്നതായിരിക്കും SMC എന്നും പറയുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വേരിയൻറ്റിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ, അതായത് നമ്മുടെ എക്കണോമിക്സിൻ്റെ പ്ലേലിസ്റ്റിനകത്ത് വീഡിയോ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ എക്കണോമിക്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് നേടുക. ഓൾ ദി ബെസ്റ്റ്.